സാഹചര്യ സമ്മർദ്ദമാണ് പ്രതിയെ കുറ്റവാളിയാക്കിയതെന്നും മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളോ പ്രതിക്കുണ്ടായിരുന്നില്ല എന്നും ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. എങ്കിലും നിയമം കയ്യിലെടുക്കാനോ സ്വയം ശിക്ഷ നടപ്പിലാക്കാനോ ഒരു പൗരനും അവകാശമില്ല. പ്രതി മുത്തു അത് ലംഘിച്ചിരിക്കുന്നു. ആയതിനാൽ പാണാട്ടുകര കോലത്ത് വീട്ടിൽ പരമേശ്വരൻ മകൻ മുത്തുവിനെ 6 മാസത്തെ കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ചേട്ടനോടനെ തിരിച്ചു വരുമ്പോൾ 6 മാസം എന്നൊക്കെ പറഞ്ഞ കണ്ണടിച്ച് തുറക്കുമ്പോ തീരില്ലേ? ഞാൻ പോവാള. എന്റെ മോളെ നോക്കണം. എരണം കെട്ടോട് ഒറ്റൊരുത്തി കാരണം എന്റെ കുഞ്ഞു ജയിലിൽ പോയത്. എടി നീ കയ്യും കലാശം കാണിച്ചിട്ടല്ലേ സ്വാമിക്ക് പൂതിളകിയത്. എല്ലാം എനിക്കേട് ഒപ്പിച്ചു വെച്ചിട്ട് അവളിപ്പോഴും തിണ്ണേല ഇരിപ്പ്. ഇനി മേലെ ഒരകത്ത് കയറ്റ് പണ്ടാരം. നീ എന്ത് ചെയ്യുവാടി അസത്തെ അവിടെ? എനിക്ക് കഞ്ഞി എടുത്തോട്ട് പാടി. എന്താടി നിന്നെ നാക്കിറങ്ങി പോയോ? ഇവിടെ ഒന്നുമില്ല അമ്മമ്മേ. നിന്നെ മറ്റവന്മാരോട് പറയടി വല്ലതും തരാൻ. അയ്യോ എന്റെ അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യേ, എനിക്ക് വിശക്കണേ. ഞാൻ പോയി എന്തേലും മേടിച്ചോണ്ട് വരാം. വേണ്ടടാ, ഒരു പരോപകാരി വന്നിരിക്കുന്നു. നീയൊക്കെ കൂടെ അല്ലേ അവനെ പരുവത്തിലാക്കിയത്. ചെയ്ത സഹായമൊക്കെ മതി, തൃപ്തിയായി. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം എന്ന് എനിക്കറിയാം. പെണ്ണൊറ്റക്കല്ലേ ഉള്ളൂ, ഇനിയിപ്പോ എന്തും ആകാമല്ലോ അല്ലേ? വായിൽ നാക്ക് കിടക്കുന്നു വെച്ച് എന്ത് തോന്നിയാസം വിളിച്ചു കൂടരുത്. ഇതൊരു പാവം കൊച്ചിനാ. അതെ, ആ സ്വാമിയും പാവമായിരുന്നല്ലോ. ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഞാനും കളിയോടെ കണ്ടവനാ. നോക്ക്, ഇനി മേലാൽ നിന്നെ ഈ വേലിക്കിപ്പുറത്ത് കണ്ടുപോരുത്. അറിയപ്പെടാ. എന്താടി ഇത്? അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി കൊണ്ടുവന്നത്. ആ ഇഞ്ഞതാ, ഞാൻ കൊടുത്തോളാം. അല്ലേലും ആപത്ത കാലത്ത് ആർക്കും സുശീലനെ കാണൂ. അമ്മച്ചി മോള് വാ, വീട്ടിൽ പോയി ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാം. എനിക്ക് വേണ്ടമ്മായി. എന്താ മീര ഇത്? ഇങ്ങനൊന്നും കഴിക്കാണ്ടിരുന്നാലോ? എന്റെ വീട്ടിൽ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല എന്നുവെച്ച് എത്ര നേരം നീ പട്ടിണി ഇരിക്കണേ? വാ മോളെ, അമ്മായിയല്ലേ വിളിക്കുന്നേ, വാ. എനിക്ക് കഞ്ചാവ് പീടിയും വേണം. കഞ്ചാവ് പീടി വാങ്ങണേ പണം വേണം. അതിന് ഇവിടെ കിണ്ടിയും ബന്ധമൊന്നും ഇല്ലല്ലോ വിൽക്കാൻ. ഉണ്ട്. കേസ് നടത്താനാണെന്ന് പറഞ്ഞുള്ള അടിനും വിറ്റു. ഇവിടെയാണെങ്കിൽ 1 മണി അരി പോലും ഇല്ല. എനിക്ക് നെഞ്ചരിനെ ഇത്രയൊക്കെ ഉള്ള മനുഷ്യരുടെ കാര്യം. അരിയില്ലേലും ഞാനങ്ങ് സഹിക്കും. എന്നാലും ഒരു ബീഡി വലിച്ചില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. എന്റെ അമ്മേ, എന്റെ തൊണ്ട ചൊറിയുന്നടാ. തൊണ്ടയില്ലയോ? എനിക്ക് ചൊറിഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. എന്നാലും അമ്മച്ചിക്ക് ഒരു ബീഡി വലിക്കാനും എനിക്കൊരു കുപ്പി മോന്താനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വെക്കണവിടെ. കൊറേ നാളായി നീ ഇതിന് നോട്ടിട്ടിട്ട്. അങ്ങനെ നീ ഇപ്പൊ വെക്കണ്ട. അമ്മച്ചി തുപ്പി കൊള വാങ്ങിയ കൊളം ഏത് തണ്ടി വാങ്ങിക്കാനാ? ഞാൻ കണ്ട വഴി നല്ലൊരു വഴിയാണ്, എക്സ്പ്രസ് ഹൈവേ. അതെന്താടാ? അമ്മച്ചി ഓരോരുത്തരെ കണ്ണുകുത്തി പൊട്ടിച്ചും ചന്തിക്ക് ചട്ടുവും പഴുപ്പിച്ചു വെച്ച് പൊള്ളിച്ചും 8 പൊട്ടും തിരിയാത്ത പിള്ളേരെ കൊണ്ട് കാശുണ്ടാക്കുന്നു. ഇവിടാണ് ദൈവം തന്നെ ഒരുത്തിയുടെ നടു ഒടിച്ചിട്ടിരിക്കുന്നു. അവളാണ് അസലായിട്ട് പാടുകയും ചെയ്യും. ഞാൻ അവളെ ഒരു മുതലാക്കും. നീ എന്നതാടായി പറയുന്നേ? നേരെ ചുവ പറയടാ. അമ്മച്ചി 4 ആള് കൂടുന്നിടത്ത് അവളെ കൊണ്ടിരുത്തി 2 പാട്ട് പാടിച്ചാ കാശിച്ചു പോരും. വയ്യാത്ത ഒരുത്തി പാടുമ്പോൾ നാട്ടുകാർക്ക് സഹതാപം തോന്നും. ആ സഹതാപം തുട്ടായിട്ടെറിഞ്ഞ് എന്നെ സഹായിക്കും. എന്റെ കളിയും നടക്കും, അമ്മച്ചിയുടെ വലിയ നടക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പക്ഷേ അവള് സമ്മതിക്കോടാ. സമ്മതിപ്പിക്കണം, അവള് സമ്മതിക്കും. അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചി. എന്റെ മോളെ, എന്തിരിപ്പ ഈ വല്ലം കഴിച്ച? വാ കൊച്ചെ, എന്റെ പുരയിലോട്ട് പോവാ.
വന്നിവിടെ ചോറ് തിന്നെ. വേണ്ടമ്മ, എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്ന ജയിലിൽ പോയിരിക്കണം. മുത്ത് തിരിച്ചു വരുവോ? ഉമ്മ, എനിക്ക് എന്റെ ഏട്ടനെ കാണാൻ കൊതിയാവുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത എന്റെ മോൾ എങ്ങനെ ജയിലിൽ പോയി ഏട്ടനെ കാണുന്നത്? എന്റെ റബ്ബുല്ലാലമിനായ തമ്പുരാനെ, പാവങ്ങളെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ചതിച്ചല്ലോടി മോളെ. നമ്മുടെ ചെറുക്കനെ അവന്മാര് തല്ലിക്കൊല്ലും. മുത്തൂനെ അല്ലാണ്ട് ആരെയാ? ദ്രോഹികൾ. കാശില്ലാത്തവരോടും കാശ് പിടുങ്ങാൻ നടക്കുകയല്ലേ പോക്രികൾ. ജയിലിലെ പോലീസുകാർ. അവർക്ക് ആഴ്ചക്ക് കൈക്കൂലി കൊടുക്കണം. കൊടുത്തില്ലേ ജയിലിൽ കിടക്കുന്നവരെ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ തല്ലി ചതക്കുന്നേ. തല്ലാതിരിക്കണേൽ ആള് കൊന്നിന് 250 രൂപ വെച്ച് കൊടുക്കണം. മനുഷ്യ പറ്റില്ലാത്തവന്മാര്. അവിടുന്ന് തിരിച്ചു വരുമ്പോ എന്റെ കുഞ്ഞിന്റെ ചങ്കും കരളും മത്തങ്ങ ഒന്നും കാണത്തില്ലല്ലോ എന്റെ ഈശ്വര. അതുപോലെ നടപ്പുള്ള കാര്യമാണോ? തൽക്കാലം അവന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കി കൊടുക്കണം. അതായത് മോള് വിചാരിച്ചാ നടക്കും. അതിനുള്ള വഴി അമ്മാവൻ പറഞ്ഞുതരാം. മോൾ അനുസരിക്കോ? ഓട്ടിച്ചിട്ട് മാനം കളഞ്ഞിട്ടൊന്നും വേണ്ട. എന്റെ മോക്ക് നന്നായിട്ട് പാടാൻ അറിയാമല്ലോ. ഒരു പാട്ട് തട്ടി വിട്ടാ മതി. കാശ് അമ്മാവൻ പിരിച്ചോളാം. ഇല്ലോടോ? നിന്റെ ഏട്ടന് വേണ്ടി മോളൊന്ന് പാടത്തില്ലേ? കാശ് കിട്ടുമോ? കാശ് അമ്മാവൻ മേടിക്കും. എന്നിട്ടത് മുത്തൂനുണ്ട് കൊടുക്കും. അവനെ പോലീസുകാര് തല്ലാതിരിക്കട്ടെ. സഹോദരീ സഹോദരന്മാരെ, എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ആവതില്ലാതെ എഴഞ്ഞെഴഞ്ഞ് നീങ്ങുന്ന ഒരു പാവം പെൺകുട്ടി ഇതാ നിങ്ങളുടെ മുമ്പിൽ പാടാൻ പോവുകയാണ്. ഒരു ജാൻ വയറിന് വേണ്ടി അവൾ പാടുന്ന വയറെരിയുന്ന പാട്ട് കേട്ട് ആരും തിരിഞ്ഞു നടക്കാതെ കയ്യിലുള്ള ചില്ലറ തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്താണ് അത് മതി. എന്റെ മോളെന്തായി കാണിച്ച? എന്നാരും തല്ലില്ല. എന്നാലും എന്റെ മീരക്കുട്ടിയെ ചട്നിങ്ങനെ കാണേണ്ടി വന്നല്ലോ. തല്ലാണ്ടിരിക്കണമെങ്കിൽ കാശ് കൊടുക്കുന്ന അമ്മാവൻ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പാടിയെ. ആ ദ്രോഹി മോളെ പറഞ്ഞ് പറ്റിച്ചതാ. താനെന്റെ പെങ്ങളെ പിച്ചക്കാരിയാക്കിയല്ലേ? കർമ്മണ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി തന്നെ വെറുതെ വിടണോ? ഇന്നുകൊണ്ട് എല്ലാം തീർക്കും. ഇങ്ങനൊരു അമ്മാവനെ എനിക്ക് വേണ്ട. തന്നെ ഞാൻ കൊല്ലണോ? ആരെങ്കിലും വന്നിട്ട് രക്ഷിക്കോ. Bapak. നീ എപ്പോ എത്തി മോനെ? മിണ്ടിപ്പോഴല്ല എന്നോട്. മുത്തു ഒരു പോക്ക് പോയെന്ന് വിചാരിച്ചല്ലേ അമ്മ എന്നും പറഞ്ഞ് നടക്കുന്നു. നിങ്ങളെയൊക്കെ സ്നേഹം വെറും അഭിനയമാ. എന്റെ പെങ്ങളെ എല്ലാരും കൂടെ പിച്ചക്കാരിയാക്കിയില്ലേ? കണ്ണി ചോരയുള്ള ഒരുത്തം പോലും ഇല്ലായിരുന്നല്ലോ ഈ നാട്ടിൽ. ഈ പാവം പെണ്ണ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഒലഞ്ഞു നടക്കുന്ന പട്ടിയോട് കാണിക്കുന്ന സ്നേഹം പോലും ഇവളോട് കാണിച്ചില്ലല്ലോ. അങ്ങനെയുടെ സ്വഭാവം നിനക്കറിയില്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയാളും അയാളുടെ ഒരു സ്വഭാവം. ഇന്ന് ഞാൻ തീർത്തേനല്ല. നിന്നെ തല്ലാതിരിക്കാൻ വേണ്ടി പോലീസുകാർക്ക് കാശ് കൊടുക്കാനല്ലേ സുശീലൻ അവളെ കൊണ്ട് പാടിച്ചത്. ഗുരുദോഷമൊന്നും ഞാൻ നോക്കിയാല. ചവിട്ടി കൊന്നുകളയും. അയാൾ കഞ്ചാവും കള്ളും വാങ്ങിച്ചെന്നപ്പോ കൊച്ചുമോളെ തെരുവ് തണ്ടിക്കാൻ നിങ്ങൾ കൂട്ടുന്നില്ലേ? എന്തിനാ ഈ ജന്തുവിനെ എങ്ങനെ ജീവനോടെ വെച്ചിരിക്കുന്നത്? കൊല്ലാൻ മേലായിരുന്നോ? കൊന്ന് തിന്നാൻ മേലായിരുന്നോ? വേണ്ട. ഇനി ആരുടെ സ്നേഹം ഔദാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എല്ലാരെയും മനസ്സിലായി, ശരിക്കും മനസ്സിലായി.
ഞാൻ മുതലാളിയുടെ വീട് വരെ ഒന്ന് പോയതാ. വീട്ടിൽ വന്നപ്പോ അമ്മയാ പറഞ്ഞത് നീ വന്നെന്ന്. നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ മീരമോളെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലടാ ഞാൻ പോയത്. നീ എന്തറിഞ്ഞിട്ടായി പറയണേ? നിന്റെ വീട്ടിലൊന്ന് കയറാൻ പോലും സുശീലേട്ട സമ്മതിച്ചില്ല. സത്യം എന്തൊക്കെയാണെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ അയാൾ നിങ്ങളുടെ അമ്മാവനല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അനുഭവിക്കും, നോക്കിക്കോ. ഞാനിങ്ങോട്ട് വരണ വഴി അശ്വതിയെ കണ്ടു. ആ പെണ്ണ് നിന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുക. വേണ്ട, എനിക്കാരെയും കാണണ്ട. എന്തു പറ്റി? എന്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചെന്തിനാ ആ പെണ്ണിന്റെ ജന്മം കൂടി ഇല്ലാതാക്കുന്നു? ആഹാ, മുത്തുവാ, വാടാ, കേറിയിരിക്കും. ഇരിക്കാനൊന്നും സമയമല്ല കാണാരേട്ടാ, എനിക്ക് ഉടനെ പോണം. അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ, സമയം കിട്ടണ്ടേ? നിന്നെ അവന്മാര് ഒരുപാട് ഉപദ്രവിച്ചോ? അവർക്ക് കിട്ടുന്നൊരവസരമല്ലേ, അവരത് ഉപയോഗിക്കാതിരിക്കൂ. കണ്ണെ തട്ടാനുള്ളത് പുരുകത്തെ തട്ടിയെന്ന് കരുതിയാ മതി. അല്ല, നീ എന്ത് രാത്രി? ഞാൻ എന്തിനാ കണാരേട്ടനെ കാണാൻ വരുന്നതെന്ന് പറയാതെ തന്നെ അറിയാലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാടാ? സമയദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നാമത് കാല് വയ്യാത്ത പെണ്ണ്, ഇപ്പൊ പേര് ദോഷം കൂടെ. പേര് ദോഷം? അതേന്ന് നിന്റെ അമ്മാവൻ തന്നെ ഇതെല്ലാം പറഞ്ഞു നടക്കുന്നേ. അവളെ സ്വാമി കയറി പിടിച്ചെന്നോ അങ്ങനെ ജയിലിലാണെന്നൊക്കെ അയാൾ കഥാപ്രസംഗം പറഞ്ഞു നടക്കുകയല്ലേ. നീ വിഷമിക്കാതെ മുത്തു, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ. എങ്ങനെയെങ്കിലും കണാരേട്ടൻ ഇത് നടത്തി തരണം. രാജേന്ദ്രന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടക്കണം. അതെന്റെ ഒരു വാശിയാ. ഇങ്ങനെയുള്ള കുട്ടികളെ കെട്ടാൻ മനസ്സ് കാണിക്കുന്നവർ വളരെ കുറവാണ് മോനെ. അന്ന് വന്നൊരു പയ്യനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ആ, ദിനേശൻ. അവനൊരു പുരോഗമനവാദിയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞതാ മീരെ കെട്ടാൻ ഇഷ്ടമാണെന്ന്. പക്ഷെ അവർ 1,00,000 രൂപയല്ലേ ചോദിക്കുന്നത്? നോക്കട്ടെ, നമ്മുടെ കൊക്കിലൊതുക്കുന്ന ആരെങ്കിലും കിട്ടുമോ? ഇതിരിക്കട്ടെ. വേണ്ട മുത്തു, എനിക്കിപ്പോ പൈസയൊന്നും ആവശ്യമില്ല. നീ സമാധാനമായിട്ട് പോ. ദൈവാധീനം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ആലയൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന് ചേർന്നൊരു കുളവും വേണം. ഈ സുശീലൻ പറഞ്ഞ നാളാ കാശിന് പഞ്ചം ഉണ്ടാതില്ലേ, ഇഷ്ടം പോലെ കാശ. അവള് പാടി, ഞാൻ കാശുണ്ടാക്കി. എന്നാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എടാ കുട്ടാപ്പേ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്ന ബുദ്ധി, ഇല്ലെങ്കിൽ അവരെന്നെ ബാബറി മസ്ജിദ് പോലെ ആക്കും. അതേതായാലും നന്നായി. ചേട്ടാ സ്വന്തം വീട്ടിലോട്ട് ചെന്നാ അവൻ വീണ്ടും ജയിലാവും. അതെങ്ങനെയാടാ ഞാൻ സ്വന്തം വീട്ടിൽ ചെന്ന അവൻ ജയിലിലാകുന്നേ? ചേട്ടനെ കൊന്നിട്ട് എന്ന് വെള്ളമൊടിച്ച് വെള്ളത്തിൽ കളിക്കുന്ന വള്ളം കളിയാ. മുറുക്കെ പിടിച്ചോട്ടെ. സുശീലേട്ടാ, സുശീലേട്ടാ, എടോ ബോധം പോയെന്നാ തോന്നുന്നു. ബോധം നേരത്തെ പോയതാണല്ല. എത്ര കുപ്പി കള്ള വലിച്ചു കയറ്റി. സുശീലൻ ചേട്ടാ, സുശീലൻ ചേട്ടാ, അയ്യോ തലേന്ന് ചോര വരുന്നുണ്ടല്ലോ. ഏതായാലും നമുക്ക് വേഗം ആശുപത്രി കൊണ്ടോ. സുശീലൻ ചേട്ടാ, സുശീലൻ ചേട്ടാ, നിന്നെ കളത്തിൽ പണിക്ക് നിർത്തരുതെന്ന് ഇവിടെ പലരും എന്റെ അടുത്ത് ഏഷണി പറഞ്ഞതാ. നീ ക്രിമിനല, ജയിലിൽ പോയനാന്നൊക്കെ. എല്ലാം ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ അങ്ങ് വിട്ടു. കാര്യം എന്താ, എനിക്ക് നിന്നെ ഇഷ്ടമാ. പ്രത്യേകിച്ച് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ ഭാർഗവന്റെ കൈവെട്ടാൻ നീ കാണിച്ച ചങ്കൂറ്റം, അത് കേരളം മുഴുവൻ പാട്ടല്ലേ. അത് അളമുട്ടിയപ്പോ ചെയ്തു പോയതാ. ഏതായാലും മുതലാളി എനിക്ക് വീണ്ടും പണിയൊന്നല്ലോ. നന്ദിയുണ്ട്. അസൂയമൂത്ത ചില കഴിവുകളുടെ മക്കൾ എന്നെ നോട്ടം ഇട്ടിട്ടുണ്ട്. കൈയൊന്നും വെട്ടണ്ട, ചിലപ്പോ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് കാര്യം. അത്ര ഇഷ്ടം ഉണ്ടായിട്ടാണ് അവൻ ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് മീരയ്ക്ക് വേണ്ടി 100 രൂപ ചോദിച്ചിട്ട് മുതലാളി തരാഞ്ഞത്. അതിപ്പോ അവളല്ലോ ചോദിച്ചത്, നീയല്ലേ? അല്ല മുത്തു, എന്ത് വിശ്വസിച്ചാ ഞാൻ ഇവന്റെ അടുത്ത് കാശ് കൊടുക്കുന്നേ? ഇവൻ ആ കാശ് അവൾക്ക് കൊടുക്കുന്ന എനിക്ക് ഉറപ്പുണ്ടോ? അല്ലേലും 100 രൂപയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ? ചെയ്യത്തില്ല. ചെയ്തല്ലോ. പണിയെടുക്കണ കോന്ത. അമ്മാവൻ എങ്ങനെയുണ്ട് നിർമ്മലേ? ബോധം വേണിട്ടില്ല. തലയ്ക്ക് 3-4 മുറിവുണ്ട്. സ്കാനിങ് ചെയ്യണമെന്നാ പറയണേ. സ്കാനിങ് അല്ല, ഓപ്പറേഷൻ വേണ്ടി വരും. ആ പാവം കൊച്ചിനെ തെണ്ടിച്ച് കാശുണ്ടാക്കിയില്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. മിണ്ടായിരിക്കടാ. അമ്മ പറഞ്ഞു പെണ്ണിന്റെ കാശുണ്ടേല് ഒരു 200 രൂപ മേടിച്ചോണ്ട് ചെല്ലാൻ. ആശുപത്രി ചെലവിനാ. മുതലാളി, ഒരു 200 രൂപ എടുക്കാൻ കാണും. ഈ ആഴ്ചത്തെ പറ്റിലെഴുതിക്കും. നിന്നോടുള്ള ദ്രോഹത്തിനെല്ലാം കാണിക്കും, എന്നിട്ട് കാശിന് വന്ന് കൈ നീട്ട് വെച്ച്
കൊടുക്ക്. ചന്ദ്രൻ പറഞ്ഞ നേരാടാ, ദൈവശാപമാ. അയാൾ ഒരു കാലത്ത് നേരാവാൻ പോകുന്നില്ല.